ഹായ് ഗൈസ്. ഹായ് ഗൈസ്, ഐ എം മാധവ്. ദുരന്തർ ഈ ഒരു ഫ്രാഞ്ചൈസ്, അതായത് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ തുടങ്ങാം. ഫസ്റ്റ് പാർട്ട് ഞാൻ കാണുന്നത് രാത്രി 11 മണിക്കാണ്. ഒന്ന് ആലോചിക്കണം. സാധാരണ ആ സമയത്ത് ഞാൻ ചെറിയ ഷോർട്ടായിട്ടുള്ള മൂവീസാണ് കാണാറ്, ഡ്യൂറേഷൻ കുറവുള്ള. ഇപ്പോൾ 1.5 മണിക്കൂർ ഇത് ഹോളിവുഡ് ഹൊറർ പടങ്ങളൊക്കെ കിട്ടല്ലോ, അങ്ങനെ അത്രയും ഷോർട്ട് ഡ്യൂറേഷനുള്ള സിനിമകളാണ് ആ സമയത്ത് കാണുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ രാത്രി 11 മണിക്ക് ദുരന്തർ കണ്ട്. മൂന്ന് മണിക്കൂറും 30 മിനിറ്റ് അങ്ങനെ എന്തോ ഉണ്ട് ഈ പടം. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പം ഞാൻ ആലോചിച്ച്, ഇത്രയും വലിയ സിനിമ 11 മണിക്ക് കണ്ടാൽ, 11 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 12, 1, 2, ഇത് ഇത്ര മണിക്ക് തീരും. ഇത് ശരിക്കും യാത്രയാവില്ല. ഞാൻ ഉറക്കം തൂങ്ങി പടം കണ്ട്. ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നി. കാരണം ആ പടത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അറിയാൻ പറ്റും. കാരണം ഉറക്കക്ഷീണം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പടം ആസ്വദിക്കാൻ പറ്റത്തില്ല കൃത്യമായിട്ട്. പക്ഷെ എന്നിട്ട് ഞാൻ എന്തൊക്കെയോ കാരണം എന്താണെന്ന് എനിക്ക് വരത്തില്ല, മനസ്സ് പറഞ്ഞ് ഇരുന്നങ്ങ് കാണ് എന്നുള്ളൊരു മൂടായിരുന്നു. ഞാനങ്ങനെ ടി വിയിൽ പടം വെച്ച്, എന്നിട്ട് പടം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പടം ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമ. അതായത് നമുക്ക് എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റായിട്ട്. ഞാൻ നേരത്തെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദറിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭയങ്കര എന്താ പറയുക, ട്രെയിൻ കണക്ക് പോകുന്ന പോലത്തെ ഒരു സിനിമ. എന്നാൽ കൃത്യമായിട്ട് ഇമോഷൻസൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് വർക്കാവുന്നൊരു പടം. ആൻഡ് എനിക്ക് ഫസ്റ്റായിട്ട് ഇതിൻ്റെ പറയാനുള്ളത്, ഈ സിനിമയെ ഈ ആദിത്യധർ എന്ന് പറയുന്ന സംവിധായകൻ മ്യൂസിക്കിൽ ട്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. അത് വേറെ തന്നെ ഒരു പരിപാടി. അതായത് ഈ പടത്തിനൊരു പേസ് സെറ്റ് ചെയ്യുന്നതിന് മ്യൂസിക്കിൽ ഇവർ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു ബ്രില്യൻറ്റ് പരിപാടിയാണ്. അതായത് ആ ഒരു ചോയ്സ് ഉണ്ടല്ലോ, അതായത് ത്രൂ ഔട്ട് മ്യൂസിക്കലി സാധനം ബിൽഡ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ എഡിറ്റിങ് ഇങ്ങനെ പട്ട എന്ന് പറഞ്ഞ് പക്കയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സിനിമാറ്റോഗ്രഫി, മേക്കിംഗ് എല്ലാം പോകുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ബൂസ്റ്റ് ചെയ്യുന്നൊരു പരിപാടിയാണ് എൻ്റെ ഒരു എന്താ പറയുക, മ്യൂസിക് അല്ലെങ്കിൽ ഒരു ട്രാക്കുകൾ കൊണ്ട് സിനിമ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് വേറെ തന്നെ ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം, സംവിധാനം ഇത് വിഷൻ ചെയ്യുമ്പോൾ അത് ആ വിഷൻ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്തു വെക്കേണ്ട ഒരാൾ വേണ്ടേ. അവിടെയാണ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. പേരെനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആളുടെ. പക്ഷേ വർക്കെന്ന് പറഞ്ഞാൽ അന്യ വർക്ക്. അതായത് പല ടൈപ്പാണ് ദുരന്തറിൻ്റെ ട്രാക്കുകളിൽ പ്രത്യേകത. ഇപ്പോൾ സോങ്ങുകളായിക്കോട്ടെ, ട്രാക്കുകളായിക്കോട്ടെ, പല പല ജേണറിലുള്ള പല സ്റ്റൈലിലുള്ള സാധനങ്ങളാണ്. ഒരു സ്ഥിരം ഒരു കൺവെൻഷണൽ ആയിട്ടുള്ള ജേണർ പിടിച്ച് പോകുന്ന പരിപാടിയല്ല. പകരം എല്ലാത്തിൻ്റെ സാധനം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ പഴയ റെട്രോ സോങ്ങൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, എസ്പെഷ്യലി സഞ്ജയ് ദത്ത്, അദ്ദേഹത്തിൻ്റെ എൻട്രി, അയ്യോ ഒന്നൊന്നര സാധനം. 4 ഹവായിട്ട് ആ ലൊക്കേഷനും പിന്നെ ആ ഒരു ഫേസ് റിവീലൊക്കെ കണ്ടല്ലോ, അതൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ പഴയ പാട്ടുകൾ ദുരന്തറിൽ ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്ന അന്യായമായിട്ടാണ്. പിന്നെ അടുത്തത് ഇതിൻ്റെ മേക്കിങ്. എന്താ ചെയ്തു വെച്ചിരിക്കണെങ്കിൽ, അതായത് എനിക്കത് പറയുമ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കുന്ന സീൻ എന്താ അറിയോ, അതായത് മറ്റേ റഹ്മാൻ ദാക്കത്തിൻ്റെ അച്ഛനെ ഇവർ കൊല്ലാൻ പോകുന്ന സീനിലൊരു ചേസിങ് ഉണ്ടല്ലോ ജീപ്പിൽ. അവിടെ കൊടുത്തിരിക്കുന്ന ഷോട്ട്സ്, ഓരോ ഫ്രെയിമും അതായത് നമ്മളെന്തോ ഗ്രാൻഡ് സംഭവമാണ് കണ്ടിട്ടിരിക്കുന്നത്. അതായത് നമ്മളെന്തോ വലിയ സംഭവമാണ് കണ്ടിട്ടിരിക്കുന്നുള്ളൊരു ഫീലാണത്. ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള, അത് ദുരന്തരം ശ്രദ്ധിച്ചറിയാം, ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഫ്രെയിംസാണ്, ഭയങ്കര പ്രീമിയം ഫ്രെയിംസാണ് ഈ ദുരന്തറിൻ്റെ. അപ്പോൾ എസ്പെഷ്യലി ഈ പറഞ്ഞ പോലെ ഈ ചേസിങ് സീനാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. കാരണം അത് ആദ്യം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഞെട്ടിപ്പിച്ചു. എൻ്റെ പൊന്നെ, അവിടെ ഒരു ഏരിയയിൽ വൈഡ് ഷോട്ടൊക്കെ ഉണ്ട്, ആ ഒരു ലെയാരെ കാണിക്കുന്ന ഇവർ പോകുമ്പോൾ. എൻ്റെ മോനെ, മേക്കിംഗ് വേറെ തന്നെ ഒരു പരിപാടിയാണ് ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഗ്രേഡിങ്, അതായത് ഭയങ്കര സട്ടിലായിട്ടുള്ള എന്താ പറയുക, ഒരു മൂഡി ആയിട്ടുള്ള ഒരു ഗ്രേഡിങ് ആണ് ദുരന്തറിൻ്റെ അല്ലേ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ ഒരു പരിപാടി. അതായത് ആ റോ ഫീല് നമുക്ക് പക്കയായിട്ട് കിട്ടാൻ ഗ്രേഡിങ് ഭയങ്കരമായിട്ട്. കാരണം സിനിമാറ്റോഗ്രാഫർ ഇത്രയും കിടലും സാധനം എടുത്തു വെക്കുമ്പോൾ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഗ്രേഡിങ് DAക്കാണല്ലോ. അത് ദുരന്തറിൻ്റെ ഈ പറഞ്ഞ പോലെ അന്യായ പരിപാടിയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആർട്ട്, പ്രൊഡക്ഷൻ ഡിസൈനിങ്, കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, അങ്ങനെ എല്ലാ മേഖലകളും അതിലൊക്കെ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസും അമ്മാതിരി വിഷനോടെ അല്ലെങ്കിൽ അതുപോലെ പണിയെടുത്തിട്ടാണ് ഈ സിനിമയിൽ ഇങ്ങനെ ഒരു റിസൾട്ട് ഈ സിനിമക്ക് കിട്ടിയത്. പിന്നെ ഡയറക്ഷൻ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം, ഇത് എൻ്റെ പടം ഇതുവരെ വന്നതിൽ അതായത് നമ്മൾ ഈ പറഞ്ഞ സ്പൈ പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിലൊക്കെ പീക്കായിരിക്കണം എന്നുള്ളൊരു സംഭവം. അതുപോലെ തന്നെ യഥാർത്ഥ സംഭവങ്ങളെ കാണിക്കുമ്പോഴൊക്കെ ആ ഒരു എന്താ പറയുക, തീവ്രത നമ്മളെ ഉള്ളിലേക്ക് എത്തിക്കാന്ന് പറയില്ലേ, അതൊക്കെ പുള്ളി എക്സിക്യൂഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെ സാധിക്കുന്നില്ല. ഒരു അന്യായ വിഷനറി ഉള്ള മനുഷ്യനാണ്. ഇനി അടുത്ത് പുള്ളി ചെയ്യാൻ പോകുന്ന പടമൊക്കെ ഏത് ലെവലായിരിക്കും. എന്തായാലും ഇനിയിപ്പോൾ
പുള്ളിക്ക് ബഡ്ജറ്റ് എന്നൊരു വിഷയം അയക്കത്തില്ല. കാരണം ഇനിയിപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് ഒരു ഡയറക്ടറായി. അപ്പോൾ ഇനി അടുത്തതിൽ ബഡ്ജറ്റൊക്കെ ഇതിനും നല്ല ബഡ്ജറ്റ് കൊടുത്ത ആളൊക്കെ ചെയ്തു വെക്കാൻ വന്ന പരിപാടി എനിക്കത് ആലോചിക്കാം. ഇതേ ടീം തന്നെ അടുത്ത സിനിമയിലൊക്കെ വരുമ്പോൾ എന്തായിരിക്കും ഇവർ ചെയ്തു വെക്കുന്നത്, അല്ലെങ്കിൽ ഇവർ അടുത്ത സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റൊക്കെ എന്തായിരിക്കും. അപ്പോൾ തിരിച്ച് ടെക്നിക്കൽ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ടെക്നിക്കലി പിന്നെ തന്നെ കാര്യങ്ങളൊന്നും എടുത്തു പറയുന്നതിന് പകരം ഓൾ പരിപാടി ടെക്നിക്കലി ടോപ്പ് നോച്ചാണ്. ഇനി അടുത്തത് പറയാനുള്ളത് ഈ പടത്തിൻ്റെ ബാക്ക് ബോൺ ആണ് പെർഫോമൻസുകൾ എന്നൊക്കെ പറഞ്ഞാൽ ചില സീനിൽ ഞാൻ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പെർഫോമൻസ് കണ്ട് ലാഗൊന്നും തോന്നാതെ ഇങ്ങനെ ഇരുന്ന് പോകും എന്ന് പറയുന്ന അത് അപൂർവം ചില സിനിമകളിലൊക്കെ അങ്ങനെയുള്ള സീനുകൾ എഴുതപ്പെടുകയുള്ളൂ, അങ്ങനെയുള്ള സീനുകൾ വരുള്ളൂ. ഈ സിനിമയിൽ അങ്ങനത്തെ സീനുകളുണ്ട്. അതായത് പെർഫോമൻസ് കണ്ട് നമ്മളിങ്ങനെ വായുമ്പോൾ ചെയ്ത് ഇങ്ങനെ ഇയാൾ എന്തൊക്കെ മരിച്ചങ്ങ് അഭിനയിക്കുവാണെന്നൊക്കെ തോന്നിപ്പോകുന്ന സാധനം. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ രൺവീർ സിംഗ് എൻ്റെ പൊന്നെ ശരിക്കും ഞെട്ടിച്ച്. ഇതിൽ അതായത് പാർട്ട് 1 നോക്കിക്കഴിഞ്ഞാൽ അതായത് ഓറയുടെ കാര്യത്തിൽ കൊണ്ടുപോയിരിക്കുന്നത് അഫ്കോഴ്സ് നമ്മുടെ അക്ഷയ് ഖന്നയാണ്. കാരണം ആ ഒരു ഓറ ഉണ്ടല്ലോ, പുള്ളി ഒന്ന് സ്ക്രീൻ നിൽക്കുമ്പോൾ നമുക്ക് വേറെ ആരും ശ്രദ്ധ, അത് പുള്ളിക്ക് ഭയങ്കര യുണീക്കായിട്ടുള്ള ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ട് ആളുടെ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡയലോഗ്സ് പറയുമ്പോൾ ഒക്കെ കുറച്ച് യുണീക്കായിട്ടുള്ള ആളുടേതായിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ ഒരു മോഡുലേഷൻ സ്റ്റൈലൊക്കെ ഉണ്ട്. അതും പിന്നെ ആളുടെ ഒരു ഓറ വൈസ് തൂക്കിയത് എന്തായാലും അക്ഷയ് തന്നെയാണ്. പക്ഷേ പെർഫോമൻസ് വൈസ് അപ്പോഴും നമ്മുടെ രൺവീർ സിംഗ് തന്നെയാണ്. പിന്നെ ആ ഒരു ഇന്ത്യയിൽ വാർ നടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ടല്ലോ, അത് കാണുമ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് അത് നമുക്കാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ആളായിട്ട് അതൊന്ന് അനുഭവിക്കുന്ന പോലത്തെ ഒരു സംഭവമാണ്. ഞാൻ ആലോചിച്ചിട്ട് എന്ത് അഭിനയമാണ് ഇങ്ങനെ കാണിക്കുന്നത് സ്ക്രീനിലെന്ന്. അതായത് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ഈ പെർഫോമൻസ് എന്ന് പറയുന്നത്. അത് വരുന്ന ഓരോ സീനിലും അങ്ങ് തൂക്കി അടിക്കുവാണ് ഈ രൺവീർ സിംഗ്. അയ്യോ, അസാധ്യ മനുഷ്യൻ. സമയം നമ്മളങ്ങനെ നോക്കില്ല. ഈ 3.5 മണിക്കൂറുണ്ട് ഈ സിനിമ എന്ന് പറഞ്ഞ് ഇതെപ്പോൾ തീരാനാണ്, അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ഈ പടം തുടങ്ങിക്കഴിഞ്ഞാൽ തോന്നത്തില്ല. കാരണം ഞാൻ ഉറങ്ങേണ്ട സാധാരണ സമയത്ത് ഉറക്കം വരേണ്ടത്, പക്ഷെ ഉറക്കവും പോയി, എല്ലാം പോയി, എല്ലാ കോപ്പും പോയി. ഇടയ്ക്ക് വെച്ച് ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് സത്യം പറയാൻ ഞെട്ടിപ്പോയി. എൻ്റെ വിചാരം പടം ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പടം 2.25 മണിക്കൂറോ 2:55 എങ്ങാണ്ടായി. അത് പടം ഇനി കുറച്ചും കൂടെ ഉള്ളു. ഞാനപ്പോൾ ഇത്രയും പടത്തിൻ്റെ കഴിഞ്ഞു. അതായത് അത്രയും എൻഗേജിങ് ആണ്. അത് ഈ രാത്രി ആ സമയത്തൊക്കെ ഉറങ്ങുന്ന ഒരാളെ ഇങ്ങനെ പിടിച്ചിരുത്തണമെന്നുണ്ടെങ്കിൽ എത്ര എൻഗേജിങ് ആയിരിക്കും സിനിമയെന്ന്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതൊക്കെ ഇത്രയും നമ്മളെ പിടിച്ചിരുത്തുന്നുള്ളത് ഭയങ്കര ഒരു അത്ഭുതമാണ് ഈ സിനിമയുടെ. അതല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ് ആ പിടിച്ചിരുത്തൽ പരിപാടി എന്ന് പറയുന്നത്. നമുക്ക് ഓരോ സീനിലും രോമാഞ്ചം തരിക അങ്ങനെയല്ല, പകരം നമുക്ക് എന്താണ് പറയുക, നമ്മൾ കുറേ സീൻ കാണുമ്പോൾ എൻ്റെ പൊന്നെ ഇവന്മാർ എന്ത് ചെയ്തു വെച്ചിരിക്കണമെന്നോ അങ്ങനത്തെ ഒരു നമ്മളറിയാതെ നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരും എന്താണ് ഇവന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത്. കുറേ ഏരിയകളിൽ ഇപ്പം മേക്കിംഗ് വൈസ്, മ്യൂസിക് വൈസ്, പെർഫോമൻസ് വൈസ്, അങ്ങനെ പല ഏരിയകൾ ടെക്നിക്കലി ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ തോന്നുന്ന കുറേ മൊമെന്റ്സ് ഈ സിനിമയിലുണ്ട് ഒരുപാട്. അത് ഈ സിനിമയുടെ വലിയൊരു പ്രത്യേകതയാണ്. പിന്നെ ക്ലൈമാക്സ്, ദുരന്തർ 1ന്റെ ക്ലൈമാക്സ്, അയ്യോ അതൊരു 1.5 ക്ലൈമാക്സ് ആണ്. അവിടെ ഈ സഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടമൊക്കെ ഉണ്ട്. അതായത് ഷൂട്ട് ഔട്ട് നടക്കുമ്പോഴും കണ്ണുപോലെ ചിമ്മാതെ അകത്ത് ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ നോക്കുന്നൊരു സാധനമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞുള്ള ഫൈറ്റ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്, അതായത് ഭയങ്കര സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഫൈറ്റുകളല്ലോ ഇതിൽ, ഭയങ്കര റോ ആയിട്ടുള്ള ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം നമുക്കത് ഫീൽ ചെയ്യണ്ടേ, അത് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അവസാനം ആ ഒരു രൺവീർ സിംഗിൻ്റെ എൻട്രി ഒക്കെ ഉണ്ടല്ലോ, അതിൽ വരുന്നൊരു ട്രാക്കൊക്കെ ഉണ്ട്. ചെറിയ സാധനമാണ്, പക്ഷേ അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളങ്ങനെ കേട്ടിട്ടില്ല. ബോളിവുഡ് സിനിമകളിൽ അങ്ങനെ ഒരു നായകൻ്റെ എൻട്രി വരുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന സാധനങ്ങളെ അല്ലത്. അത് വേറെ നമ്മൾ മറ്റുള്ള ഭാഷകളിലൊക്കെ അത്തരം മ്യൂസിക്കുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നായകൻ വരും. പക്ഷേ ഇവിടെ അവർ പ്ലേസ് ചെയ്തിരിക്കുന്നതൊക്കെ ക്ലൈമാക്സ് എനിക്ക് പേഴ്സണലി എന്താ പറയുക, ദുരന്തർ ഫ്രാഞ്ചൈസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലൈമാക്സ് ദുരന്തർ പാർട്ട് 1ൻ്റെയാണ്. അത് കാരണം അന്യായ ഒരു വീരത്തിൻ്റെ ഒരു പരിപാടിയായിരുന്നു ദുരന്തർ 1ൻ്റെ ക്ലൈമാക്സ്. പടം കണ്ടിട്ടും കുറച്ച് നേരം ഇതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പിന്നെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഉറങ്ങിയത്, മനസ്സിലായില്ലേ. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് ഇറങ്ങി. സെക്കൻഡ് പാർട്ട് ഞാൻ കണ്ടിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടാണ്. ഞാൻ ഇറങ്ങിയ ആ ടൈമിൽ തന്നെ കണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതിടാൻ വൈകി. സെക്കൻഡ് പാർട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ അന്യായ ഒരു ക്വാളിറ്റി ഐറ്റം. എനിക്ക് കോയിൻസിഡൻസ് ആണെന്ന് അറിയത്തില്ല, സെക്കൻഡ് പാർട്ട് ഞാൻ കാണുന്നത് രാത്രിയാണ്. അത് നമ്മുടെ സെക്കൻഡ് ഷോയ്ക്കാണ് കാണുന്നത്. അത് ഞാൻ മനഃപൂർവ്വം അങ്ങനെ കണ്ടല്ലോ കേട്ടോ. ആ ടൈമിൽ എന്തോ സമയം ഫ്രീ ആയിരുന്ന സമയമായതുകൊണ്ട് അങ്ങനെ ബുക്ക് ചെയ്ത് പോയി കണ്ടാണ്. അന്നും രാത്രി 12 മണിയൊക്കെ ആയപ്പോഴേ വീട്ടിലെത്തിയെന്ന് തോന്നുന്നു. 8 മണിക്കത്തെ ഷോ ആയിരുന്നു തോന്നുന്നു. അതെ.
അപ്പോൾ ഇതും പക്ഷെ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ എന്താണ് ഓറ വൈസ് തൂക്കിയത് അക്ഷയ് തന്നെയാണെങ്കിൽ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഓറ വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും തൂക്കിയത് രൺവീർ സിംഗ് തന്നെയാണ്. ഫസ്റ്റ് പടം തുടങ്ങുമ്പോൾ തന്നെ AK-47 പിടിച്ചൊരു വരവുണ്ട്, അതിനോടത്തെ ആറി ആറി പാട്ടും. അയ്യോ, അത് കഴിഞ്ഞിട്ട് അനിയത്തിനെ കാണുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ട്. എടാ അത് ട്രെയിലറിൽ കണ്ടപ്പോൾ ഞാൻ ഓർത്തു അതൊരു പീക്ക് സാധനമായിരിക്കും. പക്ഷെ തിയേറ്ററിൽ ആ 4K ചെയ്തിരുന്ന് ആ ഒരു ക്ലിയറിൽ അത് കാണുമ്പോൾ ഉള്ള സംഭവം, അതായത് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ, അതായത് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വിറക്കും. അതായത് അതുപോലത്തെ ഒരു പെർഫോമൻസ്, അത് പടം തുടങ്ങിയുള്ളതെന്ന് ആലോചിക്കണം. പിന്നെ അങ്ങോട്ട് കിടക്കുന്നയുള്ള സാധനങ്ങൾ ഇതിന് ഈ പറയുന്ന പോലെ. പിന്നെ കഥ പുരോഗമിക്കുമ്പോഴൊക്കെ ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ ഇറ്റ്സ് സോ എൻഗേജിങ്. നമുക്ക് ഒരു സ്ഥലത്ത് പോലും ഈ പടം ഇത്ര മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് പാർട്ട് 4 മണിക്കൂറുണ്ട്, ഇത്ര നേരം ഇരിക്കണം, ഇതൊന്നും ഇല്ല മൈൻഡിൽ. ഈ പടം തീരില്ല എന്നുള്ളൊരു മൂടാണ്. കാരണം അമ്മാതിരി സീനുകളും സാധനങ്ങളൊക്കെയാണ് ഇവന്മാരിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന. ഇതിൻ്റെ അകത്ത് സെക്കൻഡ് പാർട്ടും ചാപ്റ്റർ വൈസ് ഒക്കെ ആണല്ലോ. അയ്യോ എടി, എന്തോ പറയണ്ടേ ഇയാളുടെ പെർഫോമൻസ് ഇല്ലേ. അതായത് എല്ലാവരും ഇപ്പം ഞാൻ രൺവീർ സിംഗ് എന്ന് പറയുന്നത് എനിക്ക് അത്രയും അത്ഭുതപ്പെടുത്തുന്നതാണ്. പുള്ളിയുടെ പേര് മാത്രം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ എല്ലാവരും ഈ പടത്തിൽ, അതായത് പടത്തിന്റെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അന്യാണ്. കാസ്റ്റിംഗ് ഡയറക്ടർ ആരാണെങ്കിലും അതിപ്പോൾ ഡയറക്ടറിനെ തീരുമാനിച്ചവരുണ്ടാവാം, അല്ലാതെ ഒരു ഫിക്സ് ചെയ്തവരൊക്കെ ഉണ്ടാവും. മാധവന്റെ ക്യാരക്ടർ, ഒയ്യോ അതും ഒരു അന്യായം. സെക്കൻഡ് പാർട്ടിലേക്ക് ഒരു മാധവൻ വരുന്ന ഓരോ സീനിലും എന്താണ് ഗൂസ് ബംസ് വരും. എസ്പെഷ്യലി അവസാനം എന്താണ് റാസ്പുട്ടിനൊക്കെ ഇട്ടിട്ടുള്ള ഒരു സീനുണ്ട്, എൻ്റെ അളിയ. അതായത് ആൾക്ക് ഭയങ്കര എക്സ്പ്രഷൻ ഒന്നും ഇല്ലല്ലോ, പക്ഷെ ഇങ്ങനെ ഇരുന്നാലും പുള്ളിയുടെ ഒരു സട്ടിലായിട്ടുള്ള പരിപാടി കൊണ്ടുതന്നെ നമുക്ക് രോമാഞ്ചം വരുത്തുന്ന ഒരു ക്യാരക്ടറും, അതായത് ഇങ്ങനെ നിൽക്കണ ആൾ ആ ഒരു ഓറ ബിൽഡ് ചെയ്ത്. പക്ഷെ എൻ്റെ പൊന്നെ, എങ്കിലും ഞാൻ പിന്നെ രൺവീർ സിംഗിലേക്ക് വരുന്നു. എടാ ഇയാൾ കരയുന്ന മൊമെൻ്റൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ഡ്രോപ്പ് വീഴത്തില്ല, അതേപോലത്തെ ഒരു സംഭവമാണ്. അതായത് എസ്പെഷ്യലി എന്താണ് ഫസ്റ്റ് ഹാഫ് തീർന്ന് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈ സാറ അർജുനും രൺവീർ സിംഗ് കൂടെ ഉള്ളൊരു സീനുണ്ട്. ഒരു കോൺവെർസേഷനാണ്, മനസ്സിലേക്ക് കാണുമല്ലോ, അവർ രണ്ടുപേരും കൂടെ ഇരുന്നിട്ട് ആ ഒരു ഇമോഷണൽ സീനാണത്. ആ സീനില്ലേ, ആ സീൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ഗൂസ് ബംസ് വരും. എന്ന് പറഞ്ഞാൽ ഗൂസ് ബംസ് വരുന്ന സാധനം അവിടെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ ഇവരുടെ പെർഫോമൻസ് ഉണ്ട്. അതിൽ രൺവീർ സിംഗിനെ കരയുന്നൊരു സാധനമൊക്കെ ഉണ്ട്, കണ്ണിങ്ങനെ പൊത്തിപ്പിടിച്ച്. അത് ട്രെയിലറിലുണ്ട് ആ ഷോട്ട്. അതിൽ ഈ സാറ അർജുൻ എന്ന അഭിനേത്രിയുടെ ഒരു പെർഫോമൻസ് നമ്മൾ എടുത്തു പറയണം. അയ്യോ അന്യായം. അതായത് ഡയലോഗ് ഡെലിവർ ചെയ്യുന്നതും ഉള്ളിൽ ആ ഒരു എന്താ ഇത്ര നാളും വിചാരിച്ചിരുന്ന അല്ല എന്നറിയുമ്പോൾ സംഭവം ഉണ്ടല്ലോ, അതിനുശേഷം റിയലൈസ് ചെയ്യുന്നതും പിന്നെ കാര്യങ്ങൾ പറയുന്നതും, ആളത് ആ ക്യാരക്ടറിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് വേറെ തന്നെ ഒരു പരിപാടിയാണ്. ഞാൻ പറയും പെർഫോമൻസ് വൈസ് ഈ പടം, 2 പടങ്ങളും പെർഫോമൻസ് വൈസ് ആണെങ്കിലും ടെക്നിക്കലി ആണെങ്കിലും 2 പടങ്ങളും ടോപ്പ് നോച്ചാണ്. പിന്നെ സെക്കൻഡ് പാർട്ടിലും മ്യൂസിക് എന്ന് പറയുന്നത് കോറാണ്. അത് ദുരന്തറിന്റെ ഒരു പ്രത്യേകതയാണ്, ആ മ്യൂസിക്കലി പടത്തിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതി. അപ്പൊ ഇതിൽ ഈ പറയുന്ന പോലെ പല സൈസ് പെട്ടക്കണ സാധനങ്ങളാണ് ഇതിലും, പല ജേണറിലുള്ള പല രീതിയിലുള്ള സാധനങ്ങൾ. പിന്നെ ഈ പറഞ്ഞ പഴയ ഇപ്പൊ റാസ്പുട്ടിൻ ഉൾപ്പെടെ അങ്ങനത്തെ കുറെ പഴയ സോങ്ങുകൾ ഇവര് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് ചുമ്മാ അങ്ങ് പ്ലേസ് ചെയ്യില്ല, ആ റെസ്പുട്ടിനെ കാണിക്കുമ്പോൾ നമുക്കൂടെ രോമാഞ്ചം വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അതായത് അങ്ങനെ ഇവർ സെറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഈ പറഞ്ഞാൽ ഇവരായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ട്രാക്കുകളും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ ഫസ്റ്റ് ഈ 2 പാർട്ടുകൾ ഒരു മ്യൂസിക്കലി ട്രീറ്റ് ചെയ്തിരിക്കുന്നത്, അത് ഈ പറഞ്ഞ ആദിത്യദാർ എന്ന സംവിധായകൻ്റെ ആ ഒരു വിഷൻ അതിനപ്പുറത്തേക്ക് ചെയ്തു കൊടുത്ത മ്യൂസിക് ഡയറക്ടർ. ദുരന്തർ ഫ്രാഞ്ചൈസിൽ എനിക്ക് ഫസ്റ്റ് വണ്ടെ ക്ലൈമാക്സ് അത് കുറച്ചും കൂടെ വേറൊരു ടൈപ്പ് ആയിരുന്നു. സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ അത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണല്ലോ. അതായത് അറിയാലോ, കുറച്ചും കൂടെ സീരിയസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ക്ലൈമാക്സ്. ഫസ്റ്റ് പാർട്ട് പോലെ അത്രയും ഒരു അങ്ങനത്തെ ഒരു പരിപാടിയല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലൈമാക്സ് അത് ഭയങ്കര, അതായത് നമുക്ക് എന്താ പറയുക, സീറ്റിന്റെ ഒക്കെ അറ്റത്ത് വരുന്ന പോലത്തെ അങ്ങനത്തെ കുറേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഫസ്റ്റ് പാർട്ടിന്റെ ക്ലൈമാക്സിൽ കുറേ സീനുകൾ മനസ്സിലുണ്ട്. ഈ രൺവീർ സിംഗിനെ ഒരു മുള്ളുള്ള മരത്തിലേക്ക് ഇടിച്ചിട്ട് വലിക്കുന്ന ഒരു സാധനമുണ്ട്. അവിടെ ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെയും പെർഫോമൻസിലേക്ക് പോയി പുള്ളിയുടെ. അത് ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അത് അത്രയും മനസ്സിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അവിടെ ഇങ്ങനെ വലിച്ചിടുമ്പോൾ മുതുക് ഇങ്ങനെ കീറുകയല്ലോ, അപ്പോൾ ഇയാൾ കൊടുക്കുന്നൊരു എക്സ്പ്രഷൻ ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ, ആ ഒരു ക്ലോസ്. അവിടെ നമുക്ക് ഫീൽ ചെയ്യൂടാ അത്, ആ ഒരു വേദനയും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഫസ്റ്റ് വണ്ടെ ക്ലൈമാക്സ് എന്തുകൊണ്ട് എനിക്ക് അത് ഭയങ്കരമായിട്ട് ഒരു പക്ക
അതൊക്കെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു വാച്ചായിരുന്നു ആ ഒരു ക്ലൈമാക്സ്. അതിങ്ങനെ അറ്റത്തേക്ക് ഇരുന്നാണ് ആ ക്ലൈമാക്സ് കണ്ടത്. ഈ സെക്കൻഡ് പാർട്ടിൻ്റെ ക്ലൈമാക്സ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കുറേ എക്സ്പ്ലോഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ വേറെ രീതിയിൽ കുറേ കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്ന പോലെയാണ് സെക്കൻഡ് പാർട്ടിൻ്റെ ക്ലൈമാക്സ്. ഫസ്റ്റ് പാർട്ടിൻ്റെ പോലെ എനിക്ക് ആ ഒരു സീറ്റഡ്ജ് പരിപാടി സെക്കൻഡ് പാർട്ടിൻ്റെ ക്ലൈമാക്സിൽ വ്യക്തിപരമായി കിട്ടിയില്ല. ഐ റിപ്പീറ്റ്, വ്യക്തിപരമായിട്ട് എനിക്കത് വന്നില്ല. പക്ഷേ എങ്കിലും ആ ഒരു ഈ പറഞ്ഞ പോലെ ആ ഒരു മേക്കിങ്ങും പരിപാടിയൊക്കെ കണ്ടിട്ട് എനിക്ക് അപ്പോഴും 100 അടിച്ചിരിക്കുകയാണ്. കാരണം വലിയ കുറേ എക്സ്പ്ലോഷനും കാര്യങ്ങളും ആ ഒരു കെട്ടിടം തന്നെ ഇതാകുന്ന അങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ, അവിടുന്ന് ഇവർ എഴുന്നേറ്റ് വരുന്നത്, പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെയുള്ള ഇവരുടെ കാര്യങ്ങൾ അങ്ങനെ. പക്ഷേ അതങ്ങനെ വന്ന് ഫൈറ്റ് വന്ന് പിന്നെ ആ ഒരു അവസാനത്തെ ആ ഒരു വ്രാത്ത് ഓഫ് ഗോഡ് ടൈറ്റിൽ എഴുതി കാണിച്ചിട്ടുള്ള പിന്നെ അങ്ങോട്ട് പടം, അവിടുന്ന് എനിക്ക് പിന്നെ ഞാൻ പിന്നെ സീറ്റ് അടിച്ചിലേക്ക്, കാരണം അവിടുന്ന് രോമാഞ്ചം വന്ന് പിന്നെ ലാസ്റ്റ് ആ ഒരു ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിച്ച് പടം എൻ്റെ ചെയ്തപ്പോൾ കിട്ടിയ ഒരു ക്ലൈമാക്സ്, അതായത് ഇതിൻ്റെ ടെയിലൻ്റ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മളെ ആ ഒരു എന്താ പറയുക, ഇനി എന്ത് നായകൻ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇനി എന്താ ഒരു വ്യക്തി ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളിലേക്ക് തരുന്നൊരു ചോദ്യം ഉണ്ടല്ലോ ടെയിലൻ്റിൽ, അത് ലാസ്റ്റ് ഫ്രെയിമിൽ, അതൊക്കെ ആ ഒരു സംഭവം കൂടെ കഴിഞ്ഞ് പടത്തിൻ്റെ ടൈറ്റിൽ എഴുതി കാണിച്ചിട്ട് കിട്ടുന്നൊരു ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്ത് രാത്രി 12 കൊണ്ടിരുന്ന് പടം കണ്ടിറങ്ങുമ്പോൾ ആ പടം നമ്മൾ ചെറിയ രീതിയിലെങ്കിലും ഒന്ന് നിരാശപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, പ്രത്യേകിച്ച് ഇത്രയും മണിക്കൂറുള്ള സിനിമയാകുമ്പോൾ. പക്ഷേ ഈ ദുരന്തർ പാർട്ട് 1 ആണെങ്കിലും ശരി, 2 പറഞ്ഞ പോലെ 4K അറ്റ്മോസിൽ സാധനം ഇരുന്ന് കിട്ടുമ്പോൾ അത് വേറെ തന്നെ ഒരു ഇമ്പാക്റ്റാണ്. പടം ഹെവി, ഇതൊരു പ്രോപ്പർ തിയേറ്ററിൽ സെൻറ്ററിൽ നിന്ന് കാണുമ്പോൾ കിട്ടുന്നൊരു അറ്റ്മോസ്ഫിയർ അത് വേറെ പൊളി. അങ്ങനെ 2 പാർട്ടും കണ്ട് കിട്ടിയൊരു സംഭവമുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പ് പരിപാടി ഇന്ത്യയിൽ നിന്നുണ്ടായി, ഒരു ടോപ്പ് സ്പൈ സാധനമാണ് ഇന്ത്യയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് സാധനം, ഒരു ക്ലാസ് സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ഷൻ പരിപാടികൾ, ഭയങ്കര കാതടപ്പിക്കുന്ന മ്യൂസിക്, അതൊന്നുമില്ലാതെ വേറെ തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ്, നമ്മളൊക്കെ എപ്പോഴും കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ടൈപ്പ് ഒരു ഭയങ്കര റോ ആയിട്ടുള്ള എന്താ പറയുക, ഭയങ്കര ഗ്രൗണ്ടറായിട്ടുള്ള ഒരു ക്ലാസ് മാസ്റ്റർ പീസ് സാധനം. 2 സിനിമയും സെക്കൻഡ് പാർട്ട് കണ്ടിറങ്ങുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാ, തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആസ് എ ഫിലിം ലവർ അല്ലെങ്കിൽ ആസ് എ എന്താ പറയുക ആസ്പയറിങ് ഫിലിം മേക്കർ എന്നുള്ള രീതിയിലൊക്കെ ഉള്ളിലുള്ള ആ 2 പേഴ്സ്പെക്റ്റീവിനെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉള്ളൊരു സാധനമുണ്ട്. ഇപ്പോൾ ടെക്നിക്കലി തൊട്ട് പെർഫോമൻസ് തൊട്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ തൊട്ട് എല്ലാത്തിനും നമുക്കൊരു പ്രോപ്പർ ഒരു സ്ട്രോങ് സിനിമ. 2 സിനിമയും ഞാൻ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യാൻ പറഞ്ഞില്ലേ, ഈ 2 സിനിമയും കൂടി ഇനിയിപ്പോൾ ഒരുമിച്ചൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് 7 മണിക്കൂർ ചിലപ്പോൾ നമുക്ക് അത് ഇരുന്ന് കാണാൻ പറ്റും. കാരണം ഈ സാധനം അത്ര എൻഗേജിങ് ആണ്. എന്ത് മാജിക്കാണ് ഇതിലുള്ള, സത്യം പറഞ്ഞാൽ മാജിക്കൊന്നുമല്ല, ഇതിൽ വർക്ക് ചെയ്തവരുടെ കഷ്ടപ്പാട് തന്നെയാണ്. അതായത് ആക്ടേഴ്സ്, ടെക്നീഷ്യൻസ്, ഇതിൽ ചായ കൊടുക്കുന്ന ആളുടെ വരെ നമ്മൾ എടുത്ത് പറയണം ഇതിൽ. അപ്പോൾ ഇതെല്ലാവരുടെയും കഷ്ടപ്പാടാണ്, എല്ലാവരുടെയും ഒരു വിഷനാണ് നമ്മുടെ പ്രൊഡക്റ്റ്, അതൊരു ഫൈനസ്റ്റ് സാധനം ആയിരിക്കണം എന്നുള്ളൊരു ആ ഒരു ഹാർഡ് വർക്കാണ് പടം ഇങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ജെമ്മായിട്ടുള്ളൊരു ഫ്രാഞ്ചൈസ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ എൻ്റെ 3rd പാർട്ടൊക്കെ ഉണ്ടാവോ, അതൊന്നും ഉണ്ടാവത്തില്ലെന്നാണ് റൂമറൊക്കെ കേട്ടത്, അല്ലെങ്കിൽ ഉടനെ ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ. ഉണ്ടായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പടം ഇത് പക്ക എൻഡിങ് കൊടുത്ത് പ്രോപ്പർ എൻഡിങ് കൊടുത്താണ് നിർത്തിയിരിക്കുന്ന ഈ ഒരു ഫ്രാഞ്ചൈസ്. 2 സിനിമകളും ഈ ഫ്രാഞ്ചൈസി അയ്യോ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതാണ് എനിക്ക് ദുരന്തർ എന്ന് പറയുന്നത്. നിങ്ങൾ പറയൂ, നിങ്ങൾക്ക് എങ്ങനെയാണ് ദുരന്തർ ഇഷ്ടപ്പെട്ട സീനുകൾ, എന്താ ട്രാക്കുകൾ ഉണ്ടാകും, എന്താ പറയുക പെർഫോമൻസ് ഏരിയകൾ, ടെക്നിക്കൽ ഏരിയകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് കമൻസ് വഴി എന്നോട് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം.